പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ പൂർണ്ണമായും തന്നെ സൈന്യം വകവരുത്തി, സൈന്യം അതിന് മറുപടി കൊടുത്തിരിക്കുന്നു എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു പാർലമെന്റിൽ. ഇപ്പോൾ നമുക്കൊപ്പം പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി രാമചന്ദ്രൻ ചേരുന്നു. ഈ ഒരു വാർത്ത എത്തുമ്പോൾ എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്? അന്നത്തെ സംഭവങ്ങളെല്ലാമാണ് ആദ്യം കടന്നു വരുന്നത്. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ്സ്. ബട്ട് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷവും അതിലുപരി വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ലൈക്ക് ഇത്രയും ഇപ്പോൾ 3 മാസം കഴിഞ്ഞു, എന്നിട്ടും NIA അല്ലെങ്കിൽ പോലീസോ an unwavering commitment of the central government led by Shri Narendra Modi ji and the Home Minister, Defence Minister, എല്ലാവരും like continuing the operation and killing these terrorists. It's showing the strength of our nation. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് വേൾഡിനെ കാണിക്കണ പോലെയാണ് തോന്നിയത്. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി ആൻഡ് ദ പെയിൻ ഇസ് അൺബെയറബിൾ. നമുക്ക് പോയതൊന്നും ഇനി അച്ഛനിനി നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഐ ഫീൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഡോട്ടർ. വേൾഡ് കാണുന്നു നമ്മുടെ ഇന്ത്യയുടെ സ്ട്രെങ്ത് ആൻഡ് സല്യൂട്ട് ടു ദ ബ്രേവ് ആംഡ് ഫോഴ്സസ് ദ വർക്കിംഗ് കണ്ടിന്യൂസ്ലി ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ജയ് ഹിന്ദ്. ഈ ഒരു സമയം എപ്പോഴെന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ അല്ലേ? അതെ, ഉണ്ടാവുന്ന ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാനും അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യായിരുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സായിട്ട്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റിൽ, നമ്മുടെ സിസ്റ്റം. ഇതിനിടയിലും എന്തെങ്കിലും ചോദിച്ചും എല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘമൊക്കെ നമ്മുടെ വിവരങ്ങൾ എടുത്തിരുന്നു ഈ ഇടയ്ക്ക്? അതെ, എടുത്തിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പുണ്ടായിരുന്നു, എന്നാന്ന് മാത്രം കാത്തിരിക്കുന്നു. അഭിമാനം തോന്നുന്നൊരു വളരെ വളരെയധികം അഭിമാനം. ഇന്ത്യൻ ആയതിലും ഒരു ഭാരതീയ എന്നുള്ള നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്നു ഈ നിമിഷത്തിൽ. വേൾഡ് കാണല്ലേ, ലോകം കാണല്ലേ ഇന്ത്യ എന്താന്നുള്ളത്, സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ ആൻഡ് ഈ സീറോ ടോളറൻസ് ടു ടെററിസം. സോ ഐ എം വെരി പ്രൗഡ്. എന്തായാലും ആരതിയുടെ വാക്കുകളിലുണ്ട് ഒരേ സമയം ദുഃഖം ഉണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറം അതിൽ അനുഭവിച്ചു പോകുന്ന സംഘർഷങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി രാജ്യം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ ആ ഒരു സന്തോഷം അതിനൊപ്പം തന്നെയുണ്ട്. കാരണം ഭീകരവാദത്തിന് ഇതിനും വലിയൊരു മറുപടി നൽകാനില്ല എന്ന് തന്നെയാണ് ആരതി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.